നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ വെച്ച് സ്വഹാബാക്കളോട് ഒരായത്ത് ഓതി കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം ഖബറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അൽ മുഅ്മിനു ഫീ ഖബരിഹി ഫീ റൗളത്തിൻ ഖളറാ. ഒരു സത്യവിശ്വാസിയാണ് മരിച്ച് ഖബറിലേക്ക് പോകുന്നതെങ്കിൽ അവനിൽ ഖബറിൽ ഹരിതമാണ്, സന്തോഷമാണ്. അവന് എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനാ ഖബറിൽ ഒരുക്കി വെക്കുമത്രേ. വയുഫ്തഹു ലഹു അബ്വാബുൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമത്രേ. മാത്രമല്ല അവന്റെ ഖബർ വിശാലപ്പെടുത്തുമത്രേ. അവന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത തോതിൽ ആ ഖബറിനെ വിശാലപ്പെടുത്തുകയും 14 രാവിലെ സൂര്യൻ ചന്ദ്രൻ തിളങ്ങുന്നത് പോലെ ആ ഖബറിൽ തിളക്കമുള്ളതായി മാറും, പ്രകാശമാനമായതായി മാറും. സന്തോഷത്തോടെ മാലാഖമാർ ഉറങ്ങിക്കൊള്ളുക. പുതുമണവാളനും പുതുമണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് അവനെ രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതായി പറയുകയാണ്, ഏ സഹാബത്തേ, ഞാനൊരായത്ത് ഓതട്ടെയോ? ആ ആയത്ത് എന്തിനാണ് അല്ലാഹു ഇറക്കിയതെന്നറിയുവോ സഹാബത്തേ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിന്റെ അവസ്ഥകളെല്ലാം കേട്ട് സ്വഹാബത്ത് സന്തോഷിച്ചിരിക്കുമ്പോ അതേ വാക്കിൽ തന്നെ ഒരായത്ത് ഓതിയിട്ട് പറയുകയാണ്, വമൻ അഅറള ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഈ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഏ സഹാബത്തെ, അതദ്റൂന ഫീമാ ഉൻസിലത് ഹാദിഹി. ഈ ആയത്ത് ഇറക്കിയതിന്റെ അർത്ഥം എന്തെന്നറിയുമോ? ഇതിന്റെ പശ്ചാത്തലം എന്തെന്നറിയുമോ? ഈ ആയത്ത് എന്തിനാണ് ഇറക്കപ്പെട്ടതെന്നറിയുമോ സഹാബത്തെ? ഖുർആൻ കളിയല്ല, ചിരിയല്ല, തമാശയല്ല, ടിവിയുടെ മുകളിൽ എടുത്തു വെക്കാനുള്ള ഒരു നോക്കുകുത്തി ഗ്രന്ഥമല്ല ഖുർആൻ. ഖുർആൻ മാനവ സമൂഹത്തിന്റെ നിയമ പുസ്തകമാണ്. മനുഷ്യ മക്കളെ, മുസ്ലിം ലോകമേ, നിന്റെ ഹൃദയത്തിന്റെ പുഷ്പമാണ്, കരളിന്റെ കാതലാണ്, നിന്റെ രക്തത്തിന്റെ തുടിപ്പാണ്, ജീവിതത്തിന്റെ സ്പന്ദനമാണ്, വഴികാട്ടിയാണ്, നിന്നെ യഥാവിധി കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യായമാണ് വമൻ അഅറള അൻ ദിക്രി. ആരൊരാൾ അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുവോ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു ഓടുന്നുവോ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫഇന്ന ലഹു മഈശതൻ ളൻകാ. അവർക്ക് ഞാൻ ഞെരുക്കമായ ജീവിതമാണ് നൽകുക, കുടുസായ ജീവിതമാണ് നൽകുക. ഇത്രയും ഓതി പൂർത്തിയാക്കിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഏ സഹാബത്തെ, അതദ്റൂന മൽ മഈശത്തുൽ ലൻക്. എന്താണ് ഞെരുക്കമായ ജീവിതമെന്നറിയുവോ? എന്താണ് ഇടുക്കമായ ജീവിതമെന്നറിയുവോ? ഖാലൂ, സഹാബത്ത് പറയുകയാണ്, അല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ഇന്നൽ കാഫിറ വഇന്നൽ കാഫിറ യുസല്ലതു അലൈഹി ഫീ ഖബരിഹി 99 തിന്നീനാ. അല്ലാഹുവിനെ ധിക്കരിച്ച് നമസ്കാരമില്ലാതെ, നോമ്പ് പിടിക്കാതെ, സിനിമ കണ്ട്, സീരിയൽ കണ്ട് രസിച്ച് കണ്ണും കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും ഹറാമുമായി കൂട്ടിയിണക്കി കൊടുക്കല് വാങ്ങലുകളിൽ ഇടപാടുകളെ ശ്രദ്ധിക്കാതെ, കളവ് പറഞ്ഞ് ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, ഏഷണിക്ക് കൂട്ടുനിന്ന്, എല്ലാ തോന്നിയവാസവും തെമ്മാടിത്തരത്തിനും കൂട്ടുനിന്ന് മരിച്ചുപോയി മണ്ണിനടിയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ജനങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് 99 പാമ്പിനെ അല്ലാഹു ഖബറിലേക്ക് ഇറക്കുകയാ. ഏ സ്വഹാബത്തെ, നിങ്ങൾക്കറിയുവോ 99 തിന്നീന, ഭയങ്കരമായ വിഷസർപ്പമാണ്, ഭയങ്കരമായ വിഷം ചീറ്റുന്ന സർപ്പമാണ്. ഇന്ന് ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ പാമ്പ് മലമ്പാമ്പാണെങ്കിൽ സഹോദരാ, മലമ്പാമ്പിനെ പോലും മനുഷ്യൻ കയ്യിലെടുത്ത് അമ്മാനമാടുകയാണ്. വാവാ സുരേഷിന്റെ മുന്നിൽ എത്രത്തോളം രാജവമ്പാല വന്നാലും നിമിഷ നേരം കൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുവെങ്കിൽ ഖബറിനകത്തുള്ള ശിക്ഷയെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 99 പാമ്പിനെ ഖബറിലേക്ക് നിക്ഷേപിക്കുകയാണ്. യുസല്ലതു അലൈഹി ഫീ ഖബരിഹി 99 തിന്നീന വമാ തിന്നീനു യാ റസൂലല്ലാഹ്. എന്താണ് തിന്നീൻ എന്ന് നബിയെ ഒന്നറിയിച്ചു തന്നാലും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. 99 ഹയ്യാ. വീടിന്റെ പരിസരത്ത് പാമ്പ് കിടന്നാല് പേടിക്കുന്ന നാരിമാരെ, വീടിന്റെ വഴിയിലൂടെ ഏതെങ്കിലും ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ ഭയപ്പെടുന്നവരെ, നാം കിടക്കുന്ന ബെഡിന്റെ സൈഡിലൂടെ എങ്ങാനും ഒരു നീർക്കോലി ഇഴഞ്ഞു പോയാൽ, വിഷമില്ലാത്ത പാമ്പ് ഇഴഞ്ഞു പോയാൽ അട്ടഹസിക്കുന്ന പെൺകൊടികളെ, സഹോദരങ്ങളെ, പാമ്പിനെ നാം കണ്ടിട്ട് പേടിക്കേണ്ടതില്ല. പക്ഷേ ഖബറിനകത്തേക്ക് വരുമ്പോ നീ നിലവിളിക്കുമ്പോ ആ പാമ്പിനെ അടിച്ചു കൊല്ലാൻ ആരുമില്ല. ഒരു വാവാ സുരേഷുമില്ല, ഒരു ഫോറസ്റ്റുകാരും വരികയില്ല, ഒരു ഫയർഫോഴ്സുകാരും വരികയില്ല. ഒരു പാമ്പല്ല, 2 പാമ്പല്ല, നെറ്റിലൂടെ നാം പല അത്ഭുതങ്ങളും കാണുന്നുവെങ്കിൽ, ഒന്നിലധികം തലകളുള്ള പാമ്പുകൾ നെറ്റിനകത്ത് നിന്ന് കാണാൻ കഴിയുന്നുവെങ്കിൽ, 21-ാം നൂറ്റാണ്ടിലെ ആധുനിക സംവിധാനങ്ങൾ കൈയടക്കിയിരിക്കുന്ന മനുഷ്യന്റെ മുന്നിൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്ത ആ കാലഘട്ടത്തിൽ, ഡാർക്ക് ഏജ് എന്ന് ലോകം പോലും എഴുതി തള്ളിയ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവിലൂടെ മൊഴിയുകയാണ്, ഒന്നിലധികം പാമ്പുകൾ ലോകത്ത് വരാനുണ്ട്, ഒന്നിലധികം പാമ്പുകൾ മനുഷ്യൻ കാണുക തന്നെ ചെയ്യും, അതിന് ദുനിയാവിൽ അവൻ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് സത്യമല്ലേ? സത്യമല്ലേ? ആരടി മണ്ണിനകത്തേക്ക് കൊണ്ടുവയ്ക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിലേക്ക് ചുറ്റിയ പാമ്പിനെ എടുത്തു മാറ്റാൻ വരികയില്ല പെങ്ങളെ. 99 പാമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ആയത്തോതിയിട്ട് പറയുകയാണ്, അവരുടെ ഖബറാണ് ഞെരിക്കുക, അവരെയാണ് ഞെരിക്കുക. 99 പാമ്പ് ആരടി മണ്ണിലേക്ക് ഇറങ്ങുമ്പോ അവൾ ആകെ തകർന്നു പോവുകയാണ്. ഉപ്പാ, ഉമ്മ, ഭർത്താവേ, ഭാര്യമാരെ, കൂട്ടുകാരെ, സുഹൃത്തുക്കളെ നിലവിളിക്കുമ്പോ ആരും ഉണ്ടാവുകയില്ല സഹോദരാ. ലികുല്ലി ഹയ്യത്തിൻ സബ്അതു റൂസ്, ഓരോ പാമ്പിനും 7ഓളം തലകളാണ്. ഔ 9 റൂസ്, 9ഓളം തലകളുള്ള പാമ്പുകളാണ് ഖബറിന്റെ ശരീരത്തിന്റെ അരികിലേക്ക് ഓടി വരിക. ഒരു കൂട്ടം തലയുടെ ഭാഗത്ത്, മറ്റൊരു കൂട്ടം കാലിന്റെ ഭാഗത്ത് അവനെ ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കാൻ വിഷം ചീറ്റുന്ന സർപ്പങ്ങളെല്ലാം പത്തി വിടർത്തിക്കൊണ്ട് അവന്റെ ശരീരത്തിലേക്ക് അടുത്തു വരുമ്പോ റബ്ബിർജിഊൻ, 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 ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ, ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടന്ന് നിലവിളിക്കുമ്പോ അതാണ് മഈശത്തൻ ലൻകാ, ഞെരുക്കമായ ജീവിതമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. അതിനാണ് നബി തങ്ങൾ പറഞ്ഞത്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്റെ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ആർക്കാണ് ഈ ശിക്ഷ എന്നറിയുവോ? അല്ലാഹുവിനെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്കാ. 99 പാമ്പുകൾ. ഇനി ഓരോ തരത്തിലെ പാമ്പിനെയും അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തും. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, വൈലുൽ ലിഅഹ്ലിൽ മആസി മിൻ അഹ്ലിൽ ഖുബൂർ, പാപങ്ങൾ ചെയ്ത് ഖബറിലേക്ക് പോകുന്ന ചെറുപ്പക്കാരാ, സഹോദരാ, സഹോദരി, നിനക്ക് നാശം, നിനക്ക് നാശം, നിനക്ക് നാശം. തദ്ഖുലു അലൈഹിം ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്, കറുത്ത പാമ്പുകൾ അവനെ ആകർഷിക്കുകയാണ്, അവന്റെ അരികിലേക്ക് ഇഴഞ്ഞു വരികയാണ്. ഹയ്യത്തുൻ ഇൻദ റഅസിഹി, ഒരു പാമ്പ് അവന്റെ തലഭാഗത്ത്, വഹയ്യത്തുൻ ഇൻദ റിജ്ലൈഹി, മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് നിൽക്കും. ഇരു ഭാഗങ്ങളിൽ നിന്ന് അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്.
അവന്റെ നെഞ്ചിന്റെ അരികിലേക്ക് രണ്ട് ഭാഗത്ത് നിന്നും പാമ്പുകൾ കൊത്തി കൊത്തി കൊണ്ടുവരുമ്പോ അവൻ നിലവിളിക്കുകയാണ്, റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. പച്ചമാംസം, മനുഷ്യന്റെ പച്ചമാംസം മലർത്തി കിടത്തി വിവസ്ത്രനായി കിടക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ മുന്നിൽ വന്നിരുന്ന് പച്ചമാംസം കൊത്തിക്കീറി തിന്നുന്ന മനുഷ്യന്റെ രൂപങ്ങൾ കാണാൻ എന്ന് നമ്മെ കൊണ്ട് സാധ്യമല്ല എങ്കിൽ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യനെ പച്ചയ്ക്ക് കീറി തിന്നുന്ന കാലഘട്ടമാണെങ്കിൽ അത് കാണാനുള്ള കഴുത്ത് നമുക്കില്ല എങ്കിൽ മനുഷ്യ, നമ്മുടെ ഈ പുണ്യമായ ശരീരത്തിലൂടെ പാമ്പ് കയറി വരികയാ, കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയില്ല, ചലിപ്പിക്കാൻ കഴിയില്ല. അവൻ നിലവിളിക്കുകയാണ്, ഒന്ന് മടക്കണേ, ഒന്ന് മടക്കണേ. ഉടനെ വിളിയാളമുണ്ടാകും, നിനക്ക് 40 വയസ്സ്, 50 വയസ്സ്, 100 വയസ്സ്, 102 വയസ്സ്, 70 വയസ്സ്, 19 വയസ്സ്, 32 വയസ്സ് വരെ സമയം നൽകിയില്ലേ, സമയം നൽകിയില്ലേ? ആ സമയം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ആ ഖബറിനകത്ത് ചോദ്യം വരുമ്പോ നീ പറയുകയാണ്, ഞാൻ ആ സമയങ്ങളെല്ലാം ദുനിയാവിന് വേണ്ടി ചെലവഴിച്ചു പോയി. അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകذിബൂൻ ഖാലൂ റബ്ബനാ غلبت علينا شقوتنا وكنا قوم الضالين. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നിന്റെ മുന്നിൽ ഓതപ്പെട്ടില്ലയോ? ഈ പള്ളത്തെ, ഈ മൈതാനിയിൽ ഈ ആയിരങ്ങൾ തടിച്ചുകൂടുമ്പോ ഇനി നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല, എക്സ്ക്യൂസ് ഇല്ല. ഞങ്ങൾ വാല് കേൾക്കാൻ വന്നിട്ടില്ല, ഞങ്ങൾ വീട്ടിലിരുന്ന് ഉറങ്ങിയവരാണെന്ന് പറഞ്ഞതുകൊണ്ടും എക്സ്ക്യൂസ് ഇല്ല. ഈ പള്ളത്തെ ഹൈദ്രോസ് ജമാഅത്ത് കമ്മിറ്റിയുടെ ഈ മൈതാനമുണ്ടല്ലോ, ഇത് നാളെ മഹ്ശറ വൻസഭയിൽ ഇതിനെ അല്ലാഹു ഉയർത്തിയിട്ട് ഈ ആയത്ത് പാരായണം ചെയ്യപ്പെടുമ്പോ ഈ പള്ളത്ത് ജമാഅത്തുള്ള ഒരൊറ്റ ആണാകട്ടെ പെണ്ണാകട്ടെ നിങ്ങൾക്ക് ഈ ആയത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല, ഒഴിവാകാൻ സാധ്യമല്ല. ഈ സദസ്സിനകത്ത് കസേരയിലിരുന്ന് കേട്ടാലും, റോഡിൽ നിന്ന് കേട്ടാലും, വാഹനത്തിലിരുന്ന് കേട്ടാലും ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്. അലം തകുൻ ആയാതി, എന്റെ ആയത്തുകൾ നിങ്ങൾക്ക് ഓതപ്പെട്ടില്ലയോ, ഓതപ്പെട്ടില്ലയോ? തുത്ലാ അലൈക്കും അലം തകുൻ ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും ബിഹാ തുകذിബൂൻ. നിങ്ങളത് കളവാക്കി, നിങ്ങളത് കളവാക്കി. ഇന്ന്